ഓ മുഹമ്മദ് നബിയെ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടേ നബിയെ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഒന്ന് പോസ് കണ്ടോ, ഒരൊറ്റ മിനിറ്റ്. തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. പേരോട് പറയണം. ഒന്നും കൂടെ ആ വാചകം വെക്ക്. അള്ളാന്റെ റസൂലിനോട് അങ്ങനെ പറയുമ്പോൾ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന എന്താണ്? തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അല്ലാഹുവാണ്. അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. കേട്ടോളൂ. അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാധേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണോ, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. ഇനി ബാപ്പന്റെ ഉദാഹരണം പറയുന്ന കേട്ടോളി. അവശനായി കിടക്കുന്ന ബാപ്പാനോട് ചോദിക്കും പോലെ, ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ കേട്ടോ, ഇതുപോലെ ആ വാചകം കേട്ടോ, ഇതുപോലെ ശ്രദ്ധിച്ചോ. കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിൽക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ കാര്യം വളരെ വ്യക്തമാണ്. അൽഹംദുലില്ലാഹ്, നല്ല മാറ്റാണ് മുസ്ലിയാരെ ഇങ്ങൊക്കെ വരുന്നത്. നാദാപുരത്തൊക്കെ നിങ്ങൾ എത്ര ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്, അതൊക്കെ അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടവർ സഹായിക്കും. നാദാപുരമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം പിന്നിടുമ്പോൾ മുതലായിലെ ആ ഗണ്ണനവും പ്രഭാഷണമൊക്കെ ഫാമിലി കോൺഫറൻസിൽ മുഴുവനും ഞങ്ങൾ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിഷയത്തിന് നാടൊട്ടാകെ ക്യാമ്പയിൻ നടത്തിയവരാണ് കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതേ പാത പിൻപറ്റി ഇവിടെ കർണാടക സലഫി അസോസിയേഷന്റെ പ്രവർത്തകരും കൃത്യമായി തന്നെ സമൂഹത്തോടത് ഉത്ബോധിപ്പിച്ചവരാണ്. മാറ്റങ്ങൾ കാണുന്നില്ലേ? ഇതിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് സഹോദരങ്ങളെ. അപ്പോ നിങ്ങൾ ചിന്തിക്കേ, രോഗം മാറ്റാനും വെള്ളം തരാനും മഴ തരാനും ഒന്നിനും അള്ളാന്റെ റസൂലിന് കഴിയൂല, സ്വർഗം തരാൻ കഴിയൂല. ഒക്കെ ഇടപെടാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. എങ്കിൽ ഇനി ഖുത്ബിയ്യത്ത് നിങ്ങൾ ചുട്ടുകരിക്കണം, മുഹീദ്ദീൻ മാല നിങ്ങൾ ചുട്ടുകരിക്കണം. എന്താ ഖുത്ബിയ്യത്തിലൂടെ നിങ്ങൾ ചൊല്ലുന്നത്? ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹീദ്ദീനി. മുഹീദ്ദീൻ ശൈഖിനോട് പറയാണ്, നിങ്ങൾ പ്രവേശിച്ച ഹിദായത്തിൻ്റെ വഴിയിലേക്ക് എന്നെയും ചേർക്കണേ. ഇടപെടണേ എന്നല്ല, നിങ്ങൾ എന്നെ അതിലേക്ക് ചേർക്കണം, എനിക്ക് നേർവഴി തരണം. അതാ മംഗലാപുരത്തെ വാദപ്രതിവാദത്തിൽ മുസ്ലിയാരി പറഞ്ഞൊരു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നും ചോദിക്കാം. എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ ഇടപെടണം എന്നൊന്നുമല്ല പറയുന്നത്. ഫല്ലാഹു അഅതാകഹു, അത് തരാനൊക്കെയുള്ള കഴിവ് അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ശൈഖേ. അതുകൊണ്ട് വഅൻത മാലികുഹു, അതുകൊണ്ട് നിങ്ങളാണിപ്പോ അതിൻ്റെ ഉടമ, നിങ്ങളാണിപ്പോ അതിൻ്റെ അധികാരി, നിങ്ങളാണതിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ.
കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ അധികാരം തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്ന ഖുതുബിയ്യത്ത് ഇനി ചൊല്ലാൻ പാടുണ്ടോ? തീർന്നില്ലല്ലോ. മുഹീദ്ദീൻ മാല ചൊല്ലാൻ പറ്റോ? മുഹീദ്ദീൻ മാല ചൊല്ലാൻ പറ്റോ? വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് വെച്ച് എന്നോട് വിളിച്ചാലും വിളിച്ചോൻ്റെ വായ പൂട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് പറയുന്നതത്രേ. ഞാൻ ഇടപെട്ട് അള്ളാനോട് പറയുമെന്ന ഒരു വാചകം അവിടെ ഇല്ലല്ലോ. എങ്കിൽ ഇനി മുഹീദ്ദീൻ മാലയുടെ സ്ഥാനം എവിടെയാണ്? ഉള്ളാളത്തെ മാലയുടെ സ്ഥാനം എവിടെയാണ്? മടവൂര് മാലയുടെ സ്ഥാനം എവിടെയാണ്? റിഫാഴി മാലയുടെ സ്ഥാനം എവിടെയാണ്? അജ്മീർ മാലയുടെ ചരിത്രം ആലം എവിടെയാണ്? അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ നിങ്ങൾ മാലപ്പാട്ട് കെട്ടിയിട്ടില്ലേ? മൗലിദ് കെട്ടിയുണ്ടാക്കിയിട്ടില്ലേ? അതിലൊക്കെ അവരോട് വിളിച്ച് നേരിട്ടങ്ങനെ സഹായം തേടുന്ന ഇതൊന്നും ഇനി പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതേ എവിടെ എത്തി? അൽഹംദുലില്ലാ, മാറ്റങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്.